നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യും. തുക വർദ്ധിപ്പിക്കാനും പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പുടിനോട് പറയാൻ ഇന്ത്യക്കാകുമെന്ന് US. ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷം. കുട്ടികളുടെ മരണകാരണം പട്ടിണിയെന്ന് UN. കോളറ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ നിർദ്ദേശിച്ച് മന്ത്രി വീണ ജോർജ്. കോപ്പയിൽ അർജന്റീനയും യൂറോയിൽ സ്പെയിനും ഫൈനലിൽ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നിലവിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഈ സാമ്പത്തിക വർഷം 2 ഗഡുവും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുവും വിതരണം ചെയ്യും. ചട്ടം 300 അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും. ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു വീതം കൊടുക്കുക. കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനസംഖ്യാ നിയന്ത്രണത്തിലും പ്രതിശീർഷ വരുമാനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണുള്ളത്. അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ നികുതി വിഹിതം കുറക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മേൽപ്പറഞ്ഞ സാമ്പത്തിക ഉപരോധത്തിനൊപ്പം ധനകാര്യ കമ്മീഷനുകളിൽ നിന്നും ലഭിക്കുന്ന നികുതി വിഹിതത്തിലും ക്രമാനുഗതമായ കുറവ് കഴിഞ്ഞ 25 വർഷക്കാലയളവിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ കാര്യം മാത്രം പറഞ്ഞാൽ 14ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച 2.505% നികുതി വിഹിതം 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 1.92% കുറഞ്ഞു. നാമമാത്രമായ കേന്ദ്ര പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ, ദേശീയ വികലാംഗ പെൻഷൻ എന്നീ 3 പദ്ധതികൾക്കാണ്. ശരാശരി 6,80,000 പേർക്ക് മാത്രമാണ് കേന്ദ്ര ആനുകൂല്യം ലഭിക്കുന്നത്. ഇതാകട്ടെ ശരാശരി 300 രൂപ മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ 62 ലക്ഷം വരും. കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിനുള്ള വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിവർഷം 25,000 രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുള്ള വരുമാന പരിധി പ്രതിവർഷം 1 ലക്ഷം രൂപയാണ്. ഇവർക്ക് 600 രൂപ വീതമാണ് പെൻഷനായി നൽകി വന്നിരുന്നത്. ഇത് തന്നെ 18 മാസം വരെ കുടിശ്ശികയായിരുന്നു എന്നത് ഏറെ ചർച്ചകൾക്കിടയാക്കിയതാണ്. 2016 വന്ന LDF സർക്കാരാണ് കുടിശ്ശിക മുഴുവൻ തീർത്തു നൽകിയത്. ഇപ്പോഴാകട്ടെ 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നുണ്ട്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി ഉയർത്തി 1,600 രൂപയുമാക്കിയിട്ടുമുണ്ട്. ഇത് ഇനിയും വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2021 മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണ്. കഴിഞ്ഞ സർക്കാർ പശ്ചാത്തല വികസനത്തിന് ആവിഷ്കരിച്ചത് വൻകിട പദ്ധതികളാണ്. ശമ്പള പരിഷ്കരണം നടത്തി പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ കൊടുത്തു. സമാനതകളില്ലാത്ത വികസനത്തിന് കിഫ്ബി വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം. തനതു വരുമാനം നീക്കിവെച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചത്. കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും വായ്പാ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി. സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതത്തിലും വെട്ടിക്കുറവ് വരുത്തി. 3 വർഷം കൊണ്ട് കേന്ദ്ര ഗ്രാന്റിൽ 19,000 കോടിയുടെ കുറവുണ്ടായി. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ നിന്നുപോലും പിന്മാറുന്ന അവസ്ഥയുണ്ടായി. തനതു വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ക്ഷേമ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ട്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ചെലവുകൾ ചുരുക്കലിന് അതിശക്ത നടപടികൾ സ്വീകരിക്കും. വിവിധ വകുപ്പുകൾ ഈ മാസം 31-നകം പ്രത്യേക ഉത്തരവിറക്കണം. കടുത്ത പണഞ്ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശവിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സമീപനങ്ങളാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതവും കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ചു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കാൻ അധികാരമില്ലെന്ന വാദം ആവർത്തിച്ച് കിഫ്ബി. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED തുടർച്ചയായി സമൻസ് അയക്കുന്ന സാഹചര്യത്തിൽ എതിർത്തുകൊണ്ട് നൽകുന്ന ഹർജി പരിഗണിക്കുമ്പോഴാണ് കിഫ്ബി വാദം ആവർത്തിച്ചത്. മസാല ബോണ്ട് വഴി വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഫണ്ട് പരിശോധിക്കാനും വിനിയോഗം അന്വേഷിക്കാനും അധികാരമുള്ളത് റിസർവ് ബാങ്കിന് മാത്രമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേട് RBI കണ്ടെത്തിയാൽ മാത്രമേ അത് അന്വേഷിക്കാൻ EDക്ക് അധികാരമുള്ളൂ എന്ന് ജസ്റ്റിസ് TR രവി മുമ്പാകെ കിഫ്ബി വാദിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിക്കായി കേസ് ഈ മാസം 17-ലേക്ക് മാറ്റി. തനിക്ക് ED സമൻസ് അയക്കുന്നതിനെ ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക്
നൽകിയ ഹർജിയും കോടതിയിലുണ്ട്. മസാല ബോണ്ട് വഴി വിദേശ വായ്പ ലഭിക്കുന്നത് സംബന്ധിച്ച് എല്ലാ മാസവും RBIക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ RBI വ്യക്തിയെയോ സ്ഥാപനത്തെയോ നിയമിക്കാവുന്നതാണെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കിഫ്ബി വാദിച്ചിരുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും നിയമലംഘനം നടന്നിട്ടുണ്ടെന്ന് സംശയം തോന്നുകയോ ആരോപണം ഉയരുകയോ ചെയ്താൽ RBIക്ക് മാത്രമാണ് പരിശോധിക്കാൻ അധികാരം. മാത്രമല്ല, മസാല ബോണ്ടിൽ കിഫ്ബിയുടെ ഓതറൈസ്ഡ് ഡീലറായ ആക്സിസ് ബാങ്കും പരിശോധന നടത്തുന്നുണ്ട്. പദ്ധതിയെക്കുറിച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്മാരും CAGയും പരിശോധിക്കുന്നുണ്ട്. കിഫ്ബിയുടെ 355 പദ്ധതികളിൽ ഇതുവരെ ഇവരാരും തന്നെ നിയമലംഘനം കണ്ടെത്തിയിട്ടില്ല എന്ന് കിഫ്ബിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് ദത്താർ വാദിച്ചു. 2021 മുതൽ എല്ലാ രേഖകളും EDക്ക് നൽകുകയും ഉദ്യോഗസ്ഥർ ഒട്ടേറെ തവണ ഹാജരായി മൊഴി നൽകുകയും ചെയ്തിട്ടും ഇതേ രേഖകൾ തന്നെ വീണ്ടും ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് കിഫ്ബി വാദിച്ചു. എന്ത് ക്രമക്കേടാണ് നടന്നതെന്ന് പറയാതെ ഇത്തരത്തിൽ പൊതുവായി ആരോപണങ്ങൾ ഉയർത്തുകയാണ്. മസാല ബോണ്ട് വാങ്ങുന്ന മറ്റ് സംസ്ഥാന സർക്കാരുകളുടെയോ സ്ഥാപനങ്ങളുടെയോ കാര്യത്തിൽ ഇല്ലാത്ത അന്വേഷണമാണ് കേരളത്തിന്റെ കാര്യത്തിലെന്നും കിഫ്ബി കഴിഞ്ഞ തവണ വാദിച്ചിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് US. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കാൻ ഇന്ത്യയുടെ ബന്ധം സഹായകമാകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീം ജീൻ പിയറി പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ നടന്ന ആക്രമണം സൂചിപ്പിച്ച് നിരപരാധികളായ കുട്ടികളുടെ മരണം വേദനാജനകവും ഭയാനകവുമാണെന്ന് പുടിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെയാണ് ജീൻ പിയറിയുടെ പരാമർശം. യുദ്ധത്തിൽ നിരപരാധികളായ കുട്ടികളുടെ മരണം ഹൃദയം പൊട്ടുന്ന വേദനയെന്നാണ് പുടിനോട് മോദി പറഞ്ഞത്. കീവിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തിങ്കളാഴ്ച 41 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ മിസൈൽ ആക്രമണത്തെയാണ് ഇന്ത്യ റഷ്യൻ വാർഷിക ഉച്ചകോടിയിലെ പ്രസംഗത്തിനിടെ മോദി പരോക്ഷമായി വിമർശിച്ചത്. യുദ്ധത്തിലായാലും ഭീകരാക്രമണത്തിലായാലും ജീവൻ നഷ്ടമാകുന്നത് മാനവികതയിൽ വിശ്വസിക്കുന്നവരെ വേദനിപ്പിക്കുന്നു. ബോംബുകൾക്കും ബുള്ളറ്റുകൾക്കുമിടയിൽ സമാധാന ചർച്ച വിജയിക്കില്ല എന്നും മോദി പറഞ്ഞു. 2.5 വർഷം പിന്നിടുന്ന റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചിട്ടില്ല. എന്നാൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് 2022 സെപ്റ്റംബറിൽ പുടിനുമായുള്ള ചർച്ചയിൽ മോദി പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച കീവിലെ ആശുപത്രിയിൽ റഷ്യ ബോംബിട്ടതിന് പിന്നാലെ പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത് പാശ്ചാത്യ ലോകത്ത് വ്യാപക വിമർശനത്തിന് കാരണമായി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും രക്തദാഹിയായ കുറ്റവാളിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം വലിയ നിരാശയുണ്ടാക്കുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത്. USഉം ഇന്ത്യയുടെ റഷ്യ ബന്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രി ആക്രമണത്തെ മോദി പരാമർശിച്ചതെന്നാണ് നിഗമനം. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയിലെ പരമോന്നത ബഹുമതി സമ്മാനിച്ച് വ്ളാഡിമിർ പുടിൻ. റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂഡ് ബഹുമതിയാണ് മോദിക്ക് പുടിൻ സമ്മാനിച്ചത്. ഇത് ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മോദി ബഹുമതി സ്വീകരിച്ചതിന് പിന്നാലെ X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ബഹുമതി സ്വീകരിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്നുവെന്ന് KK രമ ആരോപിച്ചു. പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ്. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഉദാഹരണമെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് KK രമ പറഞ്ഞു. പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും അവസാനം അരൂർ പുച്ചക്കാൽ നടുറോഡിൽ ഒരു ദളിത് പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വിഷയത്തിലുകൂടിയാണ് ഈ സഭ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സഭ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുന്നത്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് കാലങ്ങളായി ഇത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിഷയം സർക്കാർ ലാഘവത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നുള്ളത് തുടക്കം തന്നെ തോന്നിയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് ആവശ്യപ്പെട്ടത്. പോലീസിൻ്റെ നടപടിയും കൂടി ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് ഹാജരായിട്ടില്ല. ഇതിന് എത്ര ലാഘവത്തോടു കൂടിയാണ് സർക്കാർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് സാർ അത്. സാർ, കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇപ്പം 2022 18,943 കേസുകളായിരുന്നെങ്കിൽ 23 ആവുമ്പോഴത്തേക്ക് 18,950 കേസുകളായിട്ട് സ്ത്രീകൾക്കു നേരെ മാത്രം വരുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് സാർ. കുറച്ച് 2 ദിവസമേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ അരൂരിലെ ഈ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം. അത് ദളിത് പെൺകുട്ടി. ആ പെൺകുട്ടി തൻ്റെ സഹോദരന് നേരെ ഒരു അതിക്രമം ഉണ്ടായപ്പോൾ അത് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടതാണ്. ഈ പെൺകുട്ടിയെ നടു റോഡിൽ വെച്ചിട്ട്
അതിക്രമിക്കാനുള്ള ഇടയായ സംഭവം. ആ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ഇതിന്റെ ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സാർ, അതിക്രൂരമായ പീഡനമാണ്. പെൺകുട്ടിയുടെ വസ്ത്രം വലിച്ചിറക്കുന്നു, റോഡിൽ ഇട്ട് ചവിട്ടി നാഭിക്ക് ചവിട്ടുന്നു, മൂത്രമൊഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത രൂപത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് ആ പെൺകുട്ടി പറയുന്നത്, എന്റെ അനുഭവം ഇനി നാളെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുതേ എന്ന പെൺകുട്ടി കരഞ്ഞു പറയുന്നത് നമ്മൾ കാണുകയാണ് സാർ. എന്നിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു അത് കേസ് രജിസ്റ്റർ ചെയ്തു. സാർ, ആ പ്രതികൾ എവിടെയാണ്? എന്താണ് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത്? കാരണം ആ പ്രതികൾ CPM-കാരാണ് സാർ. CPM-ലെ പ്രവർത്തകരായ തൈക്കാട്ടുശ്ശേരിയിലെ CPM പ്രവർത്തകനായ ഷൈജു ആണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാർ. പൂച്ചാക്കലിൽ പെൺകുട്ടിയെ പട്ടാപകൽ ആക്രമിച്ച പ്രതി CPM-കാരനാണെന്നും രമ ആരോപിച്ചു. കുസാറ്റിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് CPM അനുഭാവിയായ അധ്യാപകനാണ്. കാലടി കോളേജിൽ പെൺകുട്ടികളുടെ ചിത്രം അശ്ലീല സൈറ്റിൽ പ്രചരിപ്പിച്ചത് SFI-ക്കാരനായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. KCA കോച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ സർക്കാർ പൂഴ്ത്തിവെച്ചെന്നും അവർ കുറ്റപ്പെടുത്തി. അതിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുകയാണ്. സർക്കാരിന് കുറ്റകൃത്യങ്ങളോട് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. KCA-യിൽ കുട്ടികളെ പീഡിപ്പിച്ച കോച്ച് ഇപ്പോൾ ജയിലിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സൈബർ ആക്രമണത്തിന്റെ ഇരയാണ് താനെന്നും വീണ ജോർജ് പറഞ്ഞു. ഇടത് നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് കോൺഗ്രസ് പിന്നീട് പദവി നൽകി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിച്ചു. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ RMP നേതാവ് പറഞ്ഞത് എന്താണെന്നും അവർ ചോദിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. KK രമ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രമേയമാണ്. ഒരു നിലപാടുണ്ടാകൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാപ്പ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആളാണ് ഞങ്ങളെ നിലപാട് പഠിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പോലീസിന്റെ അറിവിൽപ്പെടുന്നതുമായ എല്ലാ സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്ത് ഊർജിതമായ അന്വേഷണം നടത്തി പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ശാസ്ത്രീയവും പഴുതടച്ചതുമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. സർ, കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല. പോക്സോ കേസുകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളും കൈകാര്യം ചെയ്യുന്നതിനായി സംസ്ഥാനത്ത് 56 പ്രത്യേക കോടതികൾ നിലവിലുണ്ട്. ഇതിനോടൊപ്പം സമൂഹത്തിലെ അതിക്രൂരമായ സംഭവങ്ങളെ തുടർന്നുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. സർ, അടിയന്തര പ്രമേയ നോട്ടീസിൽ 4 സംഭവങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിലെല്ലാ കേസുകളിലും പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരികയാണ്. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശിനിയായ 19-കാരിയായ പെൺകുട്ടിയെയും സഹോദരനെയും പൂച്ചാക്കൽ സ്വദേശികളായ 6 പേർ ചേർന്ന് 7/7/2024 ദേഹോപദ്രവം ചെയ്ത കേസിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ക്രൈം നമ്പർ 596/2024 പ്രകാരവും പൂച്ചാക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തിവരികയും ചെയ്യുകയാണ്. കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർ, 1/3/2024 കുസാറ്റിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്ത കാര്യത്തിൽ പെൺകുട്ടി ആദ്യം പരാതി നൽകിയിരുന്നില്ല. എന്നാൽ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികളോട് പെൺകുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് മനോവിഷമം ഉണ്ടാക്കിയെന്ന് 6/7/2024 പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 675/2024 പ്രകാരം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നു വരുന്നുണ്ട്. സർ, പെൺകുട്ടി 29/6/2024 നൽകിയ പരാതിയിൽ സർവകലാശാലയുടെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ ഗാസ സിറ്റിയിൽ നിന്ന് ജനങ്ങൾ പലായനം തുടരുന്നു. സമാധാന ചർച്ചകൾക്കായി US നേതൃത്വത്തിൽ ശ്രമം തുടങ്ങുകയും ഇതിനോട് ഹമാസ് അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനിടയിലാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത്. ചർച്ചകളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു.
ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും ഹമാസ് അറിയിച്ചു. ഇസ്രായേലിന്റെ അറിയിപ്പ് ലഭിച്ചതോടെ ആളുകൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായാണ് ഒഴിഞ്ഞുപോകുന്നത്. ആക്രമണത്തിൽ 30 പേർ ഇന്നലെ കൊല്ലപ്പെട്ടു. ഗാസയിൽ പട്ടിണി രൂക്ഷമാണെന്നും രോഗം ബാധിച്ചുള്ള കുട്ടികളുടെ മരണത്തിന് ഇതും കാരണമാണെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. പോഷകാഹാരക്കുറവിനെ തുടർന്ന് 39 കുട്ടികളാണ് മരിച്ചത്. സമാധാന ചർച്ചകൾ നടത്താമെങ്കിലും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്നും നാളെയുമായി ദോഹയിലും കൈറോയിലുമാണ് ചർച്ചകൾ നടക്കുക. അതേസമയം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മൂലമുള്ള ഗാസയിലെ യഥാർത്ഥ മരണസംഖ്യ 1,86,000 കടന്നേക്കാമെന്ന് പഠനം. പ്രമുഖ ആരോഗ്യ ജേണലായ ലാൻസൈറ്റാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ശേഷം ഇന്നുവരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 38,000 പാലസ്തീൻകാർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും പുറത്തെടുക്കാത്ത മൃതദേഹങ്ങളുണ്ട്. ആക്രമണങ്ങളിൽ ആരോഗ്യ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടത് മൂലവും ഭക്ഷണമില്ലാതെയും മറ്റുമുണ്ടായ പരോക്ഷമായ മരണങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുന്നില്ല എന്ന് പഠനം പറയുന്നു. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിലെ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്നാണ് കെയർ ഹോമിലുള്ളവർ സംശയിച്ചത്. രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പെരുമ്പഴത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ സ്ഥലത്തെത്തി വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധനയ്ക്ക് അയക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കൂടുതൽ രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ അയരണാമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കും. കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കും. അവർക്കോ കുടുംബാംഗങ്ങൾക്കോ രോഗലക്ഷണങ്ങൾ കണ്ടാൽ സാമ്പിളുകൾ പരിശോധിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യും. സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ ചില കുട്ടികൾക്ക് കോളറ ലക്ഷണങ്ങൾ കണ്ടതിനാൽ അവർക്കും വിദഗ്ധ പരിചരണം ഉറപ്പാക്കി. സ്കൂളുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. സംസ്ഥാനത്ത് 2017 അവസാന കോളറ മരണം സ്ഥിരീകരിക്കുന്നത്. കോളറ സ്ഥിരീകരിച്ചതിൽ DMA DHSന് റിപ്പോർട്ട് നൽകിയിരുന്നു. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചതായി DMO അറിയിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച 26-കാരന്റെ പരിശോധനാ ഫലത്തിൽ കോളറ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും DMO പറഞ്ഞു. കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് നിലവിൽ കോളറ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി നടത്തുന്ന ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. 4 പതിറ്റാണ്ടിനിടെ ആദ്യമായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആഘോഷത്തോടെ വരവേറ്റ ഓസ്ട്രിയ. ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രിയ സ്വീകരിച്ചത്. ദ്വിദിന റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിലെത്തിയത്.
മോദിക്കായി റിഡ്സ് കാൾട്ടൺ ഹോട്ടലിലാണ് ഓസ്ട്രിയൻ ഗായക സംഘം വന്ദേമാതരം അവതരിപ്പിച്ചത്. കലാകാരന്മാർക്കൊപ്പം നിന്നുകൊണ്ട് വന്ദേമാതരം ആസ്വദിക്കുന്ന മോദിയെയും വീഡിയോയിൽ കാണാം. രാവിലെ എത്തിയ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിവാദ്യം ചെയ്തു. പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡർ ബെന്നുമായും ചാൻസലർ കാൾ നെഹാമറുമായും മോദി കൂടിക്കാഴ്ച നടത്തും. 1983 ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഈ സന്ദർശനം സവിശേഷമാണെന്ന് ചിത്രങ്ങൾ പങ്കുവച്ച് മോദി പറഞ്ഞു. സവിശേഷതയുള്ളതാണ് ഈ സന്ദർശനം. പങ്കിടുന്ന മൂല്യങ്ങളാലും മികച്ച ഭൂമിക്കായുള്ള പ്രതിജ്ഞാബദ്ധതയാലും നമ്മുടെ രാജ്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസ്ട്രിയൻ ചാൻസലറുമായും ഇന്ത്യൻ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും വ്യവസായികളെ മോദിയും നെഹാമറും അഭിസംബോധന ചെയ്യും. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വിവിധ ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നതിന് സഹകരണം തേടും. വിയന്നയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും മോദി സംവദിക്കും. 2021 ഗ്ലാസ്ഗോയിൽ പ്രധാനമന്ത്രി മോദി അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ അലക്സാണ്ടർ ഷാലൻബർഗുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, പുനരുപയോഗ ഊർജം, ഉന്നത സാങ്കേതിക മേഖലകൾ, സ്റ്റാർട്ടപ്പ് മേഖലകൾ, മാധ്യമങ്ങൾ, വിനോദം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം തേടും. അടിസ്ഥാന വിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ടാക്കിയ എല്ലാ നടപടികളും സർക്കാർ തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻഗണന എന്തിനാണെന്ന് തീരുമാനിച്ച് നടപ്പാക്കണമെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. സംസ്ഥാനത്ത് പലയിടത്തും LDF വോട്ടുകൾ BJPക്ക് അനുകൂലമായി. മലബാറിലെ മുസ്ലിം വോട്ട് ഏകീകരണം ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് CPMന്. അവിശ്വാസികൾക്കൊപ്പവും നിൽക്കും. രണ്ടു കൂട്ടർക്കും ജനാധിപത്യ അവകാശങ്ങളുണ്ട്. വിശ്വാസികൾ വർഗീയവാദികളല്ല, വർഗീയവാദി വിശ്വാസിയുമല്ല. വർഗീയതയെ പ്രതിരോധിക്കാൻ വിശ്വാസികളാണ് നല്ലത്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണമെന്നും ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസത്തെ ഉപകരണമാക്കുന്ന RSS അല്ല ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികളുടെ കയ്യിൽ ആരാധനാലയങ്ങൾ വരണമെന്ന് തന്നെയാണ് CPM നിലപാട്. ഇപ്പോഴത്തെ അപകടത്തെ നേരിടാൻ കോൺഗ്രസ്സാണ് നല്ലതെന്ന് ന്യൂനപക്ഷങ്ങൾ ചിന്തിച്ചു. അതാണ് അവർക്ക് കേരളത്തിൽ നേട്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതകൾ നന്നായി ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അവർ UDFുമായി ചേർന്ന് പ്രവർത്തിച്ചു. അതാണ് മലബാറിൽ UDFന് ഇത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. പിണറായിയെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വേട്ടയാടലുകൾ പ്രതിരോധിക്കും. കമ്പനികൾ തമ്മിലുള്ള കേസുകൾ കമ്പനി നോക്കട്ടെ. പിണറായിക്കെതിരെ ഒരു കേസ് പോലും ഇപ്പോൾ ഇല്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെ രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പ്രതി സജിത് ശ്യാമിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രതിക്കെതിരെ നിലനിൽക്കുന്നത് ഗുരുതരമായ ആരോപണമെന്നും കോടതി പറഞ്ഞു. അവയവക്കടത്തിന് പിന്നിൽ വലിയ റാക്കറ്റുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. കൊച്ചിയിലെ രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ പ്രോസിക്യൂഷൻ ആരോപണം ശരിയെങ്കിൽ വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ NIA അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നതും കോടതിയുടെ പരിഗണനയിൽ വന്നു. അവയവ കൈമാറ്റത്തിന് തയ്യാറായ ആളുകളെയും മുഖ്യപ്രതി സാബിത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സജിത്ത് ആണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. അവയവക്കടത്തിൽ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സജിത് ശ്യാമാണ്. മെയ് 18 അവയവക്കടത്ത് റാക്കറ്റിലെ പ്രധാന കണ്ണിയെന്ന് കരുതുന്ന നാസർ സാബിത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ വിഭാഗം പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അവയവക്കടത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സ്വദേശിയായ അജിത് ശ്യാമിനെ അറസ്റ്റ് ചെയ്തിരുന്നു. മധുവിൻ്റെയും അവയവദാന ചെയ്തവരുടെയും ഇടയിലെ പ്രധാന കണ്ണിയായിരുന്നു ഇയാൾ. ഇരുവരും തമ്മിൽ വലിയ തോതിൽ പണമിടപാട് ഉണ്ടായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സ്പോർട്സ് വാർത്തകൾ. കോപ്പ അമേരിക്ക ആദ്യ സെമി ഫൈനലിൽ കാനഡയെ തകർത്ത അർജന്റീന ഫൈനലിൽ. നായകൻ ലയണൽ മെസ്സി ടൂർണമെന്റിൽ ആദ്യമായി ഗോളടിച്ച മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യ പകുതിയിൽ ജൂലിയൻ അൽവാരസും രണ്ടാം പകുതിയിൽ മെസ്സിയും ഗോൾ നേടി. മത്സരത്തിൽ ലോക ചാമ്പ്യന്മാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ കാനഡയ്ക്ക് സാധിച്ചിരുന്നു. പലപ്പോഴും പന്തുമായി അർജന്റൈൻ ഗോൾ മുഖത്തെത്തിയ കാനഡയ്ക്ക് പന്ത് ഗോൾ വരെ കടത്താൻ മാത്രം സാധിച്ചില്ല. പന്തടക്കത്തിലും ഷോട്ടുകൾ ഉതിർക്കുന്നതിലും അർജന്റീന തന്നെയായിരുന്നു മുന്നിൽ. കാനഡയുടെ നീക്കങ്ങളോട് കൂടിയാണ് മത്സരം ചൂടുപിടിക്കുന്നത്. 4-ാം മിനിറ്റിൽ അവരുടെ കോർണർ കിക്ക് അർജന്റൈൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് കൈലൊതുക്കി. 5-ാം മിനിറ്റിൽ കനേഡിയൻ താരം ഷാഫൽബർഗിൻ്റെ ഷോട്ട് പുറത്തേക്ക്.
12-ാം മിനിറ്റിൽ മെസ്സിയുടെ നിലം പറ്റയുള്ള ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി. ആദ്യ ഗോളിന് 23-ാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു. കാനഡയുടെ പ്രതിരോധം ഭേദിച്ച് ഡീപോൾ നൽകിയ പാസ് സ്വീകരിച്ച അൽവാരസ് കനഡിയൻ ഗോൾ കീപ്പറുടെ കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലെത്തിച്ചു. ടൂർണമെന്റിൽ അൽവാരസിന്റെ 2ാം ഗോളായിരുന്നു ഇത്. ആദ്യത്തേതും കാനഡയ്ക്കെതിരായിരുന്നു. ഗോളോടെ മെസ്സിയും സംഘവും താളം വീണ്ടെടുത്തു. 44-ാം മിനിറ്റിൽ മെസ്സിയുടെ മറ്റൊരു ഗോൾ ശ്രമം. ബോക്സിനുള്ളിൽ നിന്ന് മെസ്സി തൊടുത്ത വലങ്കാലൻ ഷോട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. മറ്റൊരു ശ്രമം ക്രോസ് ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി. 2ാം പാതിയുടെ തുടക്കത്തിൽ തന്നെ മെസ്സി ഈ കോപ്പയിലെ ആദ്യ ഗോൾ കണ്ടെത്തി. 15-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിലായിരുന്നു ഗോൾ. 2ാം പാതിയിൽ ഗോളടിക്കാൻ 1-2 അവസരങ്ങളുണ്ടായിരുന്നു. ഇതിനിടെ അവരുടെ സൂപ്പർ താരം അൽഫോൻസോ ഡേവിഡ് മത്സരത്തിനിടെ പരിക്കിനെ തുടർന്ന് പുറത്തായതും ആക്രമണത്തിന്റെ മൂർച്ച കുറച്ചു. 90-ാം മിനിറ്റിൽ ടാനി ഒലുവാസയുടെ ഗോളെന്നുറച്ച ഷോട്ട് മാർട്ടിനസ് രക്ഷപ്പെടുത്തി. തൊട്ടടുത്ത നിമിഷം മറ്റൊരു സുവർണാവസരം കൂടി. ഇത്തവണ ഒലുവാസയുടെ ഹെഡർ പുറത്തേക്ക്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.